അപ്പോൾ ഇതാ എന്നത്തെയും പോലെ തന്നെ രാവിലെ നല്ല കോടയും നല്ല അടിപൊളി മഴയുമാണ്. മഴ മാത്രമല്ല നല്ല ഉഷാറായിട്ട് കാറ്റും അടിക്കുന്നുണ്ട്. എപ്പോഴാണോ ഈ വീടിന്റെ ഓടൊക്കെ കൂടി പൊളിഞ്ഞ് തലയിലേക്ക് വീഴാന്നറിയില്ല. അത്രയും പഴയ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലത്തെ ചായക്കൂട്ടൽ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമുക്കൊക്കെ രാവിലത്തെ ചായക്കടിയാണെങ്കിൽ ഈ വടകര ഭാഗത്തൊക്കെ ഇതാ ചായക്കൂട്ടൽ എന്നാണ് കേട്ടോ പറയാ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തിയും നമ്മുടെ ബട്ടർ പനീർ മസാലയും കൂടെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. നമ്മൾ അന്ന് ലുലു മാൾ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ വാങ്ങിയ പനീറാണ് കേട്ടോ ഇത്. ഈ പനീറിന് വലിയ പഴക്കമില്ലെങ്കിലും വീഡിയോയ്ക്ക് നല്ല പഴക്കമുണ്ട് കേട്ടോ. അയ്യോ തള്ള വൈബ്. ചപ്പാത്തിയൊക്കെ ഇതാ കൈയും കൊണ്ട് മറിച്ചിടാൻ തുടങ്ങി. അങ്ങനെ ഇതാ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ 4 നേരം ചപ്പാത്തി കൊടുത്താലും അത്രയും സന്തോഷമാണ്. എല്ലാവർക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ഇതാ നമ്മുടെ പനീറൊക്കെ ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ ആക്കി നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് കുറുകി സെറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഇറക്കാം. കസ്തൂരി മേത്തി ഇല്ലാണ്ട് എന്ത് പനീർ മസാല അല്ലേ. അങ്ങനെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തു വെച്ച കസ്തൂരി മേത്തിന്റെ കോലത ഇങ്ങനെ ആയിട്ടുണ്ട്. ആകെ പൂപ്പര് പിടിച്ച ഒരു ജാതി സ്മെല്ലും ആയിരുന്നു. ഒന്നിനും പറ്റുണ്ടായിരുന്നില്ല, നാശമായി പോയിട്ടോ. അധികം നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതാ ഇത്രത്തോളം ബാക്കിയാണ്. ഇപ്പം ഇതെന്താ ചെയ്യാൻ പറ്റുക, കളയാനേ പറ്റുള്ളൂ. എൻ്റെ 33 രൂപ പോയി. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി. ഇത് ഞാൻ വാങ്ങുമ്പോഴേ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ 33 രൂപ. ഇതെങ്ങാനും ചേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ കൂടി എടുത്തു. അതുകൊണ്ട് ചേട്ടൻ വരുന്നതിന് മുന്നേ ഞാൻ നൈസായിട്ട് അത് അവിടെ നിന്ന് മാറ്റിയിട്ടോ. അപ്പോൾ നമുക്ക് കസ്തൂരി മേത്തി ഇടുന്നതിന് പകരം മല്ലി മേത്തി ഇട്ടിട്ട് കറി അങ്ങോട്ട് ഇറക്കാം അല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കുട്ടിക്കാരനവർക്ക് തന്നെ കൊടുക്കാം. ഇങ്ങനത്തെ കറിയൊക്കെ ആണെങ്കിൽ ഒരു 2 ചപ്പാത്തിയൊക്കെ പോകും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്തായാലും കറി കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനീറൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ പാല് വാങ്ങുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുക ചെയ്യാം. ഇപ്പോൾ പാലും നമുക്ക് കിട്ടാനില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് വാങ്ങിയതായിരുന്നേ. അന്ന് കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഒരു പ്രാവശ്യം വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതാ ഞാൻ ഇരുന്ന് തിന്നാനുള്ള നേരമില്ല, നമുക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാനുള്ള, നമുക്ക് വടകരയിലൊക്കെ പോകണം, കുറേ ആവശ്യങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് ഇതാ വേഗം ഒരുങ്ങി കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മഴയായതുകൊണ്ട് ഇതാ നമ്മൾ കോട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം വെള്ളാട്ടപ്പോക്കറിന് ഓർമ്മ വരും. അത് വെള്ളാട്ടപ്പോക്കറാണെങ്കിൽ ഇത് മഞ്ഞാട്ടപ്പോക്കറാണ്. ഇതാ ഇവിടെ ഒരു നീലാട്ട കുഞ്ഞിപ്പോക്കറും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോട്ടൊക്കെ ഇട്ടിട്ട്, കോട്ടും കൂടി ഇട്ടപ്പോൾ പിന്നെ മോനെ കാണാനേ ഉണ്ടായിരുന്നില്ലേ. എങ്ങനെ കാണും, അച്ഛൻ്റെ കോട്ടല്ലേ. സ്കൂട്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് അക്ഷയയിലാണ്. മോൻ്റെ ആധാറൊക്കെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോൻ്റെ സ്കൂളിൽ നിന്ന് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിൽ അത് ഗ്രാൻഡാണ്, ഇപ്പം അത് സ്കോളർഷിപ്പായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ വേണമായിരുന്നു. ഇൻകം സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വേണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ കിട്ടണമെങ്കിൽ ഒരു 150 നടത്തെങ്കിലും നടക്കണം. എന്തായാലും വെറുതെ കിട്ടുന്നതല്ലേ, കളയണ്ടല്ലോ. നമുക്കാണെങ്കിൽ എല്ലാം കൂടെ ശരിയാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ താമസിക്കുന്നത് വടകരയിൽ, പക്ഷെ നമ്മുടെ റേഷൻ കാർഡിലുള്ള അഡ്രസ്സ് ഒക്കെ നിലമ്പൂരുള്ളത്, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ആയിട്ട് പിന്നെ അവരോടൊക്കെ ചോദിച്ച് ഒരുവിധമൊക്കെ ശരിയാക്കിട്ടോ. എന്തായാലും 1000 കിട്ടുന്നതാവുമല്ലോ. പിന്നെ നമ്മൾ കൊടുക്കാൻ ഒരുപാട് വൈകിട്ടോ. എല്ലാവരും കൊടുത്തു, 30 വരെ ഉള്ളൂ ലാസ്റ്റ് ടൈം. അങ്ങനെ ഇതാ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നടന്ന് തളർന്നതാ. ഇതിപ്പോൾ നമ്മുടെ വടകരയിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പ് എന്നാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് കുടിക്കാറുണ്ട്, നല്ലതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു സർബത്തും മോരുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് കുറേ പണിയുണ്ടായിരുന്നു. ഇതാ ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ചക്ക വരട്ടുകയാണ് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, 2 ചക്ക തന്നതാണ് അതിനേച്ച്, അതെല്ലാം തിന്ന് തീർത്തു. ഇവിടെ ഒരു ചക്ക കൊതിയുണ്ട്, എത്ര ചക്ക ഉണ്ടായെങ്കിലും അവന് തികയൂല, അത്ര ഇഷ്ടമാണ് ചക്ക. പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്ക് എന്തെങ്കിലും കടിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പൊക്കവട ഉണ്ടാക്കി. ഇതാണെങ്കിൽ സിമ്പിളുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമാണ്. സംഭവം അതല്ല, ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ വയനാട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 2-3 പാക്കറ്റ് കടലപ്പൊടി ആർക്കും വേണ്ടാണ്ട് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് അതിങ്ങോട്ട് പൊക്കി. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമല്ലോ. ഇത് 4 മണിക്ക് ചായക്ക് കഴിക്കാനുണ്ടോയെന്ന് ഒരു ഉറപ്പുമില്ല, കാരണം ഉണ്ടാക്കും തിന്നും, പിന്നെ ഉണ്ടാക്കും പിന്നെയും തിന്നും, അങ്ങനെയാണ് അവസ്ഥ. ഇതെനിക്ക് ആദ്യമുള്ള ശീലമാണ് കേട്ടോ. എന്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഞാൻ തന്നെ തിന്നും, ഗണപതിക്കൊക്കെ കൊടുക്കുന്ന പോലെ. അങ്ങനെ ഇതാ ചക്ക ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ചക്കയുടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, നമുക്ക് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല ചക്ക. ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ട് വേണം നമുക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. നല്ല മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ ഈ വായും കൊണ്ടുള്ള ഇളക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മിസ്റ്റർ ഹസ്ബൻഡാണ് ഈ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ അവസാനത്തെ ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഒരു ബോൺലെസ് പീസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഈ ചിക്കൻ പക്കോട, അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ. അങ്ങനെ ഇതാ നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും അടുപ്പത്ത് നിറക്കി വെച്ചു. ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം അല്ലേ, പുറത്തേക്ക് പോവാം. അപ്പോൾ ഇതാ ഈ കർമൂസ് ഉണ്ടല്ലോ, അതും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. വലിയ 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പഴുത്തിട്ടോ നല്ല മധുരമാണ് കേട്ടോ ഇത്. നമുക്കിവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. പിന്നെ മോന് ഭയങ്കര ഇഷ്ടമാണ് കർമൂസ പഴുത്തതൊക്കെ. അവൻ നല്ലോണം കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെയൊന്നും ചായ കുടിക്കില്ല, പക്ഷെ ചായ കുടിക്കുമ്പോൾ എനിക്ക് നല്ല മധുരം വേണേ. ഈ പുറത്തിങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ പിന്നെ കട്ടൻ ചായ ഇല്ലാണ്ട് നമുക്ക് പറ്റൂലല്ലോ. എനിക്ക് നല്ല മധുരമുള്ള കട്ടൻ ചായയും ചേട്ടന് മധുരമില്ലാത്ത കട്ടൻ ചായയും. ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്നറിയാം, അതും നല്ല പഞ്ചസാരയൊക്കെ ഇട്ട ചായ. പക്ഷേ ഇവിടെ വല്ലപ്പോഴും മാത്രമേ ചായ വെക്കാറുള്ളൂ. ചായ വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഞങ്ങളുടെ വീട്ടിൽ ഈ കുഞ്ഞിക്കാരനോരുണ്ടല്ലോ 24 മണിക്കൂർ വെള്ളത്തിന് പകരം ചായയാണ് കുടിക്കുക. അതുകൊണ്ട് അവൻ്റെ ആ ഒരു ശീലം നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കൽ നിർത്തുക. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ കുടിച്ചാലായി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ മോനെ കരാട്ടെ ക്ലാസ്സിൽ കൊണ്ടാക്കി ഞാനിതാ ഒരു കപ്പയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി പണി തുടങ്ങാം. ഈ കപ്പയും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ. നല്ല കപ്പയാണ്, പെട്ടെന്ന് വേവും, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ ഞാനിതാ കപ്പയൊക്കെ മുറിച്ച് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ കറിയൂടെ വെക്കാം. അങ്ങനെ ഇതാ മസാലയൊക്കെ മൂപ്പിച്ച് കുറച്ച് ചിക്കനെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഒരു 100 രൂപയ്ക്ക് അടിപൊളി ചട്ടി ചിക്കൻ എല്ലാം കൂടി ഇപ്പം നിലത്തിരുന്നേ. ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇളക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നിലത്ത് പോയേനെ, ബാക്കിയത്തിന് പോയില്ല. അപ്പോൾ ഇതാ നമ്മളധികം ഗ്രേവിയൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല വരട്ടിയെടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോഴാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നോക്കാം. അപ്പോൾ സംഭവം കപ്പ നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ 2ാമത്തെ പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അതേ നമ്മുടെ സ്വന്തം പാൽക്കപ്പ. കുറേ കാലമായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പുറത്ത് പോയി കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വീട്ടിലെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചു. കപ്പ നമ്മളെപ്പോഴും വാങ്ങുന്ന സാധനമാണല്ലോ, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്താ ഉണ്ടാക്കാത്തതെന്നറിയോ, ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരുമ്പോഴേ ഒരു മധുര രസം വരൂലേ. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുക, ഈ മീൻ കറീൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ എങ്ങനെ കഴിക്കുക എന്നുള്ളൊരു മടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കാത്തത്. നമ്മുടെ പുട്ടും മാമ്പഴവും ഇല്ലേ നമ്മളന്ന് കഴിച്ചില്ല, അതുപോലെ തന്നെ ഇങ്ങനെ വേണ്ട എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഉണ്ടാക്കണ്ടെന്ന്. പക്ഷേ നമ്മുടെ അയനേച്ചിയും പറഞ്ഞു, പിന്നെ എൻ്റെ നാത്തൂനും പറഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കപ്പയും ഉണ്ട് തേങ്ങയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ കുറുകട്ടെ. അപ്പോൾ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ 1ാം പാൽ ഒഴിച്ചു. അതൊന്നും വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഇതിപ്പോൾ അവസാനം നമ്മുടെ പാൽക്കപ്പയിലേക്ക് താളിച്ചൊഴിക്കുന്നതാണ്. ഒന്നുമില്ല, വറ്റൽമുളകും കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മേ, നിങ്ങളാരും കഴിച്ചിട്ടില്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാനൊന്നും ഞാൻ പറയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും, ഞാനിത് വലിയ കാര്യത്തിൽ പറയുന്നത് നിങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും, ഞാൻ മാത്രമായിരിക്കും ഇത് കഴിച്ചിട്ടില്ലാത്ത ഇതുവരെ ആയിട്ട്. അപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചക്ക വരട്ടി നമുക്കിതാ ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ആക്കി വെക്കാം. കുറച്ചേ ഉള്ളൂ. ഇതെന്തായാലും ഞങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം അട ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ എടുത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല. ഇത് വേഗം തന്നെ തീരും മിക്കവാറും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോകട്ടോ. ക്ഷമയില്ല, നല്ല ചൂടോടെ തന്നെ. രാത്രിയാണേ, വൈകുന്നേരമാണ്. അപ്പോൾ എന്തായാലും വിളമ്പ, എന്നിട്ട് ആദ്യം അവർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ടെന്ന് ചോദിക്കണമല്ലോ. അപ്പോൾ ആദ്യം ചേട്ടന് വിളമ്പി കൊടുത്തു. കുറേ ആയിട്ടോ ഈ വീഡിയോ എടുത്തിട്ട്. അയ്യോ, ഇത് കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചിക്കനും ഞാൻ സാധാരണ വെക്കുന്ന പോലെ അല്ല കേട്ടോ വെച്ചത്, വേറൊരു രീതിയിലാണ് വെച്ചത്. അപ്പോൾ ഞാനിത് ആദ്യം ചേട്ടനെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ എന്തുണ്ടെങ്കിലും കറക്റ്റ് പറയൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞേ. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയൂ കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒരു മധുരോ തേങ്ങാപ്പാലിൻ്റെ ഒരു കുത്തുന്ന ആ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. എനിക്കെന്താ, ഞാൻ ഇനിയും ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മളത് ഉണ്ടാക്കുള്ളൂ. കൊള്ളില്ലെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടാക്കൂലല്ലോ. അതുപോലെയാണ് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ട് ഈ പാൽക്കപ്പ. ഇപ്പം അടുത്ത പ്രാവശ്യം മിക്കവാറും ഞാൻ നല്ല ഫിഷ് കറി മുളകിട്ട മീൻ കറീൻ്റെ കൂടെ കഴിക്കാൻ
കഴിക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഒട്ടും ക്ഷമയില്ല, ഇനി കാത്തിരിക്കാനും വയ്യ. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട് നോക്കണമല്ലോ, കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഐറ്റം അല്ലേ. നല്ല ചൂടും ഉണ്ടായിരുന്നു. ഓഫ്, ഞാൻ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണ്ടേ, ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാനോ അല്ലെങ്കിൽ ഓവറാക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും കണ്ണും പൂട്ടി ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കാച്ചാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇത്. അപ്പോൾ ഇതാ നമ്മൾ പടക്കളം സിനിമയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ നല്ലൊരു സിനിമയാണ് കേട്ടോ. കുറേ കാലമായി ഇങ്ങനെ ഒരു നല്ലൊരു കോമഡി മൂവിയൊക്കെ കണ്ടിട്ട്. നല്ല അഭിനയം കേട്ടോ ഈ സന്ദീപ് എന്ന് പറയുന്ന ഇയാളുടെ. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമായി. അയാൾ മാത്രമല്ല എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.